ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. സുഖ്മ മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. മാവോയിസ്റ്റുകളിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തതായി സുരക്ഷാ സേന. നാഷണൽ ഡെസ്കിൽ നിന്ന് മർവ കെ ഷഹീറുണ്ട്. മർവ, എപ്പോഴായിരുന്നു ഈ ഏറ്റുമുട്ടൽ? ആതിര, ഇന്ന് അർദ്ധരാത്രി ഇന്നലെ വെളുപ്പിനോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഭേജി മേഖല, ഛത്തീസ്ഗഡിലെ ഭേജി മേഖലയിലാണ്, സുഗ്മ ജില്ലയിലെ ഭേജി മേഖലയിലാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മേഖല എന്ന് പറയുന്നത് ഏകദേശം മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സുരക്ഷാ സേന പറയുന്നത് എൻകൗണ്ടറിലൂടെ വധിച്ചു എന്നാണ്. ഇവരിൽ നിന്ന് ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സുരക്ഷാ സേനയിൽ നിന്ന് ലഭിക്കുന്നത്, സുരക്ഷാ സേനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഇത് മാവോയിസ്റ്റ് കൊലയാണ് എന്നുള്ള തരത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ വർഷം മാവോയിസ്റ്റുകളുടെ കൊല്ലപ്പെട്ട ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ജൂലൈ വരെ 162 മാവോയിസ്റ്റുകളാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 141 പേരും ഛത്തീസ്ഗഡിലാണ് എന്നുള്ളതാണ് ഇതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാഴ്ച മുമ്പും ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല, ഒരു മാസം മുമ്പുണ്ടായ ഏറ്റുമുട്ടലിൽ 30 മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന വധിച്ചത്. സമാന്തരമായി തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു സാഹചര്യം അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കുറച്ച് മാവോയിസ്റ്റുകളെല്ലാം തന്നെ കീഴടങ്ങിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇത് തുടർച്ചയായി ഈ മേഖലകളിൽ മാവോയിസ്റ്റും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. BJP യെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടന പത്രികയിൽ തന്നെ മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരത്തിൽ അത് നടപ്പിലാക്കാൻ കൂടിയാണ് BJP